സംസ്ഥാനത്ത് പൊതുവെയുള്ള മഴയുടെ സാഹചര്യം എങ്ങനെയാണെന്ന് വേഗത്തിലൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. രജീഷ് നരിക്കുനി വിശദാംശങ്ങളുമായി. രജീഷ്, പുതിയ അപ്ഡേറ്റിലും ആശ്വസിക്കാൻ വകയില്ല. 8 ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പുകളാണ്. ഒപ്പം മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതകൾ മുൻകൂട്ടി പറയുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ്. എങ്ങനെ കാണാം? സൈഫുദ്ദീൻ, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. തീവ്രമഴയിലേക്ക് പോയില്ലെങ്കിൽ കൂടിയും ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ ലഭിക്കുന്ന പത്തനംതിട്ടയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. അത് കൂടുതൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ വലിയ രീതിയിൽ മഴ പെയ്യുകയും വലിയ രീതിയിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആറന്മുള ഭാഗത്തു നിന്നൊക്കെ തന്നെ വെള്ളം ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെ വെള്ളം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റാന്നി ഭാഗത്തെ വെള്ളം ഒഴിഞ്ഞു, പക്ഷേ അതേസമയം അവിടെ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യം പരക്കെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് യെല്ലോ അലേർട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ജില്ലകളാണ് ഇന്ന് പിന്നീട് ഓറഞ്ചിലേക്കും ഇന്ന് റെഡ് അലേർട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ 3 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനമായും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് പ്രവചിക്കുന്നത്. നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മിന്നൽ പ്രളയത്തിലുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ പെട്ടെന്ന് കുറഞ്ഞ സമയത്തുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. നാളെയും സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ കാര്യത്തെ പോലെ തന്നെ കടലിൽ പോകുന്നതിലും ഇതുമായി ബന്ധപ്പെട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടരുകയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്.